നിത്യജീവിതത്തിൽ നാം പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി കഴിക്കും, ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കും, ആഹ്ലാദത്തിനും വിനോദത്തിനും വേണ്ടി കഴിക്കും. എന്നാൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണം കൂടി നമുക്കിടയിലുണ്ട്. അത് ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭക്ഷണം, പൂർവിക ആത്മാക്കൾക്ക് ശാമനികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭക്ഷണം. എന്താണ് ശാമനികത അല്ലെങ്കിൽ ഷാമനിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഷാമൻ എന്ന ഒരു പേരിൽ പല ആളുകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഷാമനാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ അറിയണമെന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അതീന്ദ്രിയ ലോകങ്ങളിൽ വലിയ വിശ്വാസമാണുള്ളത്. അതീന്ദ്രിയ ലോകങ്ങളെന്ന് പറയുമ്പം പൂർവികാത്മാക്കളുടെ ലോകമാവാം, ദൈവങ്ങളുടെ ലോകമാകാം, അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാക്കൾ ഇരിക്കുന്ന ലോകമാവാം, ചെകുത്താൻ്റെ ലോകമാവാം, സ്വർഗമാവാം, നരകമാവാം. അത്തരത്തിലുള്ള പൂർവിക ലോകങ്ങളിൽ അതീന്ദ്രിയമായ സ്വത്വങ്ങൾ, ജീവികൾ, സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പലരിലും. മരിച്ചു കഴിഞ്ഞ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയൊക്കെയോ പോയി അവർക്ക് ബലി കൊടുക്കുന്ന സമയത്ത് അവർ കാക്കയുടെ ശരീരത്തിലേക്ക് ഇൻവോക്ക് ചെയ്ത് വരും എന്നൊക്കെ പറയുന്നത് ഒരു തരം ഷാമനിക് റിച്വലാണ്. അത്തരത്തിലുള്ള പലതരം റിച്വലുകൾ ചെയ്യാൻ കെൽപ്പുള്ള മാന്ത്രിക താന്ത്രിക വിദ്യകൾ സ്വായത്തമാക്കിയ വ്യക്തികളെയാണ് നമ്മൾ ഷാമൻ എന്ന് വിളിക്കുക. നമ്മൾ വിചാരിക്കുന്നത് സൈബീരിയയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള, സൈബീരിയ, അലാസ്ക പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം ഷാമനുകൾ ഉള്ളതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. കേരളത്തിൽ നമ്മുടെ ഗോത്ര ബെൽറ്റുകളിലെ 36 ഗോത്രങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള ഷാമൻ കൾട്ടുകൾ ഉണ്ട്. അപ്പോൾ ഷാമനിക ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഭക്ഷണമുണ്ട്. ഇപ്പോൾ ഇതൊരു കാരക്കുണ്ട് അപ്പം എന്ന് പറഞ്ഞ ഭക്ഷണമാണ്. അത് നമുക്ക് ഒരു പെൺകുട്ടി വയസ്സറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പൂർവിക ആത്മാക്കൾ വരുന്ന സമയത്ത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ്. അതുപോലെ നെക്കൻ കെത്തള്, ഇത് മുള്ളുക്കുറുബ ട്രൈബിൻ്റെ ഒരു ഡിവൈൻ ഫുഡാണ്. ഇത് കെല്ലപ്പിട്ട് എന്ന് പറയുന്ന സാധനം, ഇറ്റ്സ് എ മീഡിയേഷൻ ഫുഡ് വിച്ച് ഇസ് ഇത് ഉപയോഗിക്കുന്നത് 2 പേര് കല്യാണം കഴിച്ചാൽ ആ കല്യാണം ലീഗലൈസ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള, ഇത് പലാറം, ഇത് കുറിച്യരുടെ ഒരു ഡിവൈൻ ഫുഡാണ്. ആൻസെസ്ട്രൽ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ ദൈവങ്ങൾ ഒരാളുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ ബലി നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള പരിചിതമായിട്ടുള്ളൊരു ഷാമനിക് റിച്വൽ ആയതുകൊണ്ട് അതിൽ ചോറൊക്കെ ഉരുട്ടിയിട്ട് ഉരുളാക്കിയിട്ട് കൊടുക്കും. ഇത് പലതരത്തിലുള്ള ഇത് മറ്റൊരു ഭക്ഷണം. അത് ഈയലിൻ്റെ ഒരു ഈയൽ എന്ന് പറയുന്ന പാറ്റയില്ലേ, പാറ്റ, അതിൻ്റെ ഒരു ഇതാണ്. അതുപോലെ ബിട്ടിൽ ഈപ്പി എന്ന് പറയുന്നത് കാട്ടുകടന്നലിൻ്റെ ഒരു ഫ്രൈ ആണ്. അപ്പം ഇതൊക്കെ പൂർവിക ആത്മാക്കൾക്ക് ഭയങ്കര ഡെലീഷ്യസ് ആണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കായൽ എന്ന് പറഞ്ഞാൽ മുളങ്കൂമ്പ്, അതും പൂർവികാത്മാക്കൾക്ക്. പന്നിയും മുളങ്കൂമ്പും കൂടി ഇട്ടിട്ടുള്ള ഇതാണ് അങ്കാമി ട്രൈബ്സിൻ്റെയൊക്കെ ഇടയിലുള്ള പൂർവികാത്മാക്കളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇനി മറ്റൊരു ലോകം കൂടി, നമ്മൾക്ക് അത്ര സ്വാഭാവികം അല്ലാത്ത ഒരു ലോകം കൂടി ഗോത്രവർഗ്ഗങ്ങൾക്കുണ്ട്. അത് മാജിക്കൽ ആൻഡ് പഴയത് മാജിക്കൽ വേൾഡ് ഓഫ് മിസ്റ്റിക് ഫുഡ്സ് നമുക്ക് പറയാം. അതീന്ദ്രിയമായ ഭക്ഷണങ്ങൾ, അത് നമ്മളെ മറ്റൊരു നിലയിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ, ഇതിനെയൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഒന്ന് മാറ്റോ, ഇതാണ് പുമദ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു മിസ്റ്റിക്, അത്ര മിസ്റ്റിക്കൊന്നുമല്ല, പക്ഷെ ഇവൻ ഭയങ്കര നമ്മളെ അടിമയാക്കി കളയുന്ന ഒരു സാധനം. നിങ്ങളെല്ലാവരും കാണുന്ന ഇവിടെ ഒരു 25-30 ആളെ കയ്യിലെങ്കിലും ഉണ്ടാവും. ഇത് അറിയാമോ? പുമദ് എന്ന് പറഞ്ഞാൽ പുകയിലയാണ്. അതിനൊരു ഡിവൈൻ ഒരു പദവി, ഒരു വിശുദ്ധ പദവി നമ്മുടെ സമൂഹത്തിലുണ്ട്. അടുത്തത് അടുത്തത് പുമദായിരുന്നില്ല, സോറി, അതിൻ്റെ പേര് മാറിപ്പോ. അത് ബങ്കിയായിരുന്നു. മറ്റേത് ഇത് ബങ്കിയാണ്. ബങ്കി അറിയാമോ? ബങ്കി എന്ന് പറഞ്ഞാൽ കഞ്ചാവാണ്. കനബി ആൻസെസ്ട്രൽ സ്പിരിറ്റ്സിന് വളരെ പ്രിയങ്കരമായ ഭക്ഷണമാണ്. അത് പലതരത്തിൽ കഞ്ഞിയായിട്ട് കുടിക്കും, കഷായമായിട്ട് കുടിക്കും, അങ്ങനെ പലതായിട്ടും കഴിക്കും. അടുത്തത് സൈലോസൈബിൻ മഷ്റൂംസ്. സൈലോസൈബിൻ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻതിയോജിൻസ് ആണ് ഇവർ. നമുക്ക്
പലതരത്തിലാണ് ഇവർ നമ്മളുടെ ഉള്ളിൽ സംഗതികൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ഡെലിറിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ചിലപ്പോൾ ഡിപ്രസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ചിലപ്പോൾ സൈക്കിഡിലിക് ആയിട്ട്. ഇതൊക്കെ അടിച്ചാൽ സൈക്കിഡിലിക്കാണ്, ഭയങ്കര ലോകവും വെളിച്ചമൊക്കെ വരും. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന സാധനമുണ്ട്. അതുപോലെ തന്നെ ഇത് അമാനിറ്റ വയനാടൻസിസ്, അമാനിറ്റ പൊൻകുഴി. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ സുലഭമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാജിക് മഷ്റൂംസും നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ സ്വദേശി വെറൈറ്റികളായ അമാനിറ്റ വയനാടൻസിസ്, അമാനിറ്റ ഇടുക്കി, അമാനിറ്റ പൊൻകുഴി എന്നൊക്കെ പറഞ്ഞിട്ട് ബൊട്ടാണിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ വിദേശത്ത് മാത്രം, യൂറോപ്പിൽ മാത്രമുള്ള ഈ കൂണിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതിന് കാരണം അത് വന്നിട്ടുള്ളത് ഈ പൈൻ മരങ്ങളും മറ്റ് മരങ്ങളും കൊണ്ടുവരുമ്പോൾ ആ മരത്തിൻ്റെ വേരുകളിലൂടെ അതിൻ്റെ സ്പോർ വന്നതുകൊണ്ടാണ് എന്ന് പറയാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ക്രിസ്മസ് പപ്പ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലുള്ളതാണിത്. മൂപ്പർ അത്ര സുഖകരമായ ഒരു ലൈഫായിരിക്കില്ല നയിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് ലോകത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച മാജിക് മഷ്റൂംസിലൊന്നാണ്. ഫ്ലൈ അഗാറിക്കസ് അല്ലെങ്കിൽ അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഗോത്രങ്ങൾ ഉപയോഗിക്കും. ഇത് ഉണക്കിയിട്ട് നമ്മുടെ ഷാമനിക് റിച്വൽ തുടങ്ങുന്നതിൻ്റെ തൊട്ട് 7 ദിവസം മുമ്പ് ഈ ഷാമൻ മറ്റ് ഭക്ഷണങ്ങളെല്ലാം നിർത്തിയതിന് ശേഷം ഇത് കഴിക്കാൻ ആരംഭിക്കും. ഇത് കഴിച്ചാൽ ഉടൻ തന്നെ ഇതാണ് കൊറിയാക് ട്രൈബിലെ ഷാമന്മാരാണ്. ഇവർ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ മൂത്രം, കിഡ്നി ഇത് മുഴുവൻ അരിച്ചെടുത്ത് മൂത്രത്തിലേക്ക് വിടും. അപ്പം മൂത്രം എന്ന് പറഞ്ഞാൽ അമാനിറ്റ മസ്കാരിയയുടെ വിഷഭാഗങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നല്ല ഡ്രിങ്കാണ്. അപ്പം കൊറിയാക് ട്രൈബിൻ്റെ ഷാമനിക് റിച്വൽസിൽ പോയിട്ട് എന്തെങ്കിലും വെള്ളമൊക്കെ തന്നാൽ ആരും പുണ്യാഹം വാങ്ങിച്ച് കുടിക്കരുത്. അത് വാങ്ങിച്ച് കുടിക്കാം, അത് ഷാമൻ്റെ യൂറിനാണ്, മൂത്രമാണ്. ഇത് ഹലൂസിനോജിക് ലിച്ചൻസ് ആണ്. നമ്മുടെ അവിടെയൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നും വലിച്ച് പറിച്ചെടുത്ത് കഴിക്കരുത്. ഇതെല്ലായിടത്തും കാണാം, മരത്തിലൊക്കെ സുന്ദരമായി. ഞാൻ ഇന്ന് വരുമ്പം കൂടെ ഒരു മരത്തിൽ ഇവിടെ കണ്ടു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുടുങ്ങുമല്ലോ ഭഗവാനെ എന്ന് വിചാരിക്കുകയും ചെയ്തു. അടുത്തത് മാഡ് ഹണി, തേനിൻ്റെ വെറൈറ്റി. റോഡോഡെൻഡ്രോൺ ഫ്ലവറിൽ നിന്ന് എടുക്കുന്ന ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല പിരിയാവും. നല്ല പിരി എന്ന് പറഞ്ഞാൽ അമിതമായ അളവിൽ കഴിച്ചാൽ ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു സാധനമാണ് മാഡ് ഹണി. പക്ഷേ ഡിപ്രഷനൊക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ അത് മെഡിസിനായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഇവനാണ് ബുള്ളറ്റ് ആൻറ്റ്. ഇത് ഈ ഒരു സൈക്കോ ആക്റ്റീവ് ഡ്രഗ് എന്ന് പറയുന്നത് ആനിമൽസിൽ നിന്നും ലഭിക്കുന്ന ഡ്രഗാണ്. ആനിമൽസിൽ നിന്ന് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് മാറ്റുമോ? ഈ സെറ്ററമാവോ ബോയ്സ് നമുക്ക് പെൺകുട്ടികൾക്ക് മാത്രമേ പ്രായപൂർത്തി ചടങ്ങുള്ളൂ. പക്ഷെ പല ഗോത്രങ്ങൾക്കും ആൺകുട്ടികൾക്കുമുണ്ട് ഈ പ്രായപൂർത്തി ചടങ്ങ്. അപ്പോൾ ഒരു ആൺകുട്ടി പ്രായപൂർത്തിയായോ എന്നറിയാൻ വേണ്ടി ഈ കയ്യൊറയുടെ ഉള്ളിൽ ഉറുമ്പിനെ ഇതാക്കും. കണ്ടോ, 2 കൈയിലും ഇതിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇവൻ്റെ സകല നിയന്ത്രണം. ഇതിൻ്റെ ഒരു കുത്ത് കിട്ടിയാൽ തന്നെ ഭയങ്കര പെയിൻ മാത്രമല്ല, ഇതിന് സൈക്കോ ആക്റ്റീവ് എൻതിയോജൻസ് ഇതിനകത്തുണ്ട്. ഇത് കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മാനേജ് ചെയ്താൽ മാത്രമേ ആ കുട്ടി പുരുഷനായി എന്ന് പറയുകയുള്ളൂ. ഇത് വേറൊരാളാണ്, കൊളറാഡോ റിവർ ടോഡ് എന്ന് പറയുന്ന ഇവൻ്റെ ഇത് വേറൊരു തരം സൈക്കിഡിലിക് ടൈപ്പ് ഓഫ് ഡ്രഗ് ആണെന്നാണ് തോന്നുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ശരിയാണെന്നും അല്ല എന്നും പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വയനാട്ടിലുള്ള ബെട്ടക്കുറുബ ട്രൈബ്സിൻ്റെ ഇടയിൽ പാർക്കിൻസൺസ് രോഗത്തിന് ദൊക്പോക്കാൻ എന്ന് പറയുന്ന ഒരു തവളയുടെ ആ ചൊറിയില്ലേ അത് പൊട്ടിച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഷിവറിങ് ഉള്ള രോഗി കുറച്ച് കഴിയുമ്പം ഒന്ന് നോർമലാവുന്നത് പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള കള്ളുകൾ, മഹുവയിൽ നിന്നെടുക്കുന്ന കള്ളുകൾ, പിരണ്ടമ്പനയുടെ കള്ളുകൾ, ആയപ്പനയുടെ കള്ളുകൾ, പീങ്ങപ്പന കള്ളുകൾ, തെങ്ങിൻ കള്ള്, മധുരക്കള്ള്, കരിമ്പിൻ കള്ള്, നെല്ലിൻ കള്ള്, അക്കാനിക്കള്ള്, പല തരത്തിൽ. ഇത് മഹുവയിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ ട്രൈബ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കള്ളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മിസ്റ്റിക് ഡ്രഗിൻ്റെ. ഇനിയാണ് നമ്മുടെ ആളുടെ അടുത്തേക്ക് വരുന്നത്. അയാളാണ് എൻഡാഡ റീഡി. ഇത് നമ്മളൊരു സ്റ്റേപ്പിൾ ഫുഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. സുലോചനയുടെ ട്രൈബ് എന്ന് പറയുന്നത് കാണി ട്രൈബാണ്. കാണി ട്രൈബ്
എന്താണ് ഒനിറോജിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളെല്ലാം ഒനിറോജൻ കാറ്റഗറി മെഡിസിൻ എന്നാണ് പറയാം. അപ്പോൾ ഇതൊരു മിസ്റ്റിക് ഡ്രഗ് ആണെങ്കിലും കാണി ട്രൈബ് ഇതിനെ ഉപയോഗിക്കുന്നത് സ്റ്റേപ്പിൾ ഫുഡായിട്ടാണ്. പ്രത്യേകിച്ച് പഞ്ഞകാലങ്ങളിൽ ഇതിൻ്റെ നട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ, എടുത്ത് ഒന്ന് നോക്കി നോക്കൂ. നോക്കിയിട്ട് അങ്ങോട്ട് എല്ലാവരും ഒന്ന് അയ്യോ ഇതിൻ്റെ വാള് നോക്കി നോക്കൂ. പഞ്ഞകാലത്ത് ഇവർ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ ഗോത്രവർഗ അംഗങ്ങൾ ഇതിനെ പെറുക്കാൻ പോകുന്നത്. അപ്പോൾ സുലോചന ആ പാട്ട് പാടും. ഇത് മുളയിലുള്ളൊരു വാദ്യോപകരണമാണ്. ഇതിൻ്റെ പേര് ഈരവൽ, കൊക്കര എന്ന് പറയും. ചാറ്റുകർമ്മം നടത്തുന്നതിന് വേണ്ടി അത് ഇരുമ്പിലുണ്ടാക്കുന്നതാണ്. ഇത് മുളയിൽ പാടുന്നതിന് വേണ്ടി ഒരു വാദ്യോപകരണമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. റിയോ 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 റിയരിയോ റിയോ 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 റിയരിയോ എത്തഞ്ചീവനോ 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 എത്തഞ്ചീവ എത്തഞ്ചീവനോ 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 എത്തഞ്ചീവ റിയോ 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 റിയരിയോ റിയോ 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 റിയരിയോ മയേ പെയ്യിനെ കൂടുങ്ക് കൊണ്ടു മയേ പെയ്യിനെ കൂടുങ്ക് കൊണ്ടു മയേ പെയ്യിനെ എത്തഞ്ചീവനോ 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 എത്തഞ്ചീവ എത്തഞ്ചീവനോ 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 എത്തഞ്ചീവ റിയോ 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 റിയരിയോ റിയോ 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 റിയരിയോ വിരൊറ്റി ദിനവും കാരൊറ്റി കർക്കിടവും വന്നാ പിന്നെ പഞ്ച് തന്നെ റിയോ 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 റിയരിയോ പഞ്ച് പയിച്ചിരിക്കണ്ട നമ്പക്ക് പാറണ്ട ചൂടച്ച് പോണുങ്ക പറണ്ട പെറുക്കി ചുട്ടുകൊറ്റി ഊറ്റി തുമ്പം പോണുങ്ക റിയോ 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 റിയരിയോ റിയോ 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 റിയരിയോ റിയോ 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 റിയരിയോ പറണ്ട പെറുക്കി ചുട്ടുകൊറ്റി വെള്ളത്തിനിടിനെ ഞങ്ങള് റിയോ 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 റിയരിയോ മൂന്നൂറ്റി പീക്ക് തിന്ന് പഞ്ച് താവിച്ചിനെ ഞങ്ങള് മൂന്നൂറ്റി പീക്ക് തിന്ന് പഞ്ച് താവിച്ചിനെ ഞങ്ങള് റിയോ 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 റിയരിയോ റിയോ 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 റിയരിയോ. പഞ്ഞകാലത്ത് കാട്ടിൽ മറ്റൊന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് നമുക്ക് പരണ്ടക്കായ പറിക്കാൻ പോകുന്നതെങ്ങനെ, അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണം, എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പാട്ടാണ് ഇപ്പോൾ പാടിയിട്ടുണ്ടായിരുന്നത്. ഈ പരണ്ടക്കായയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് മാത്രമല്ല മുള്ളൻ പന്നിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യന് മുള്ളൻ പന്നിയോട് യുദ്ധം ചെയ്താൽ മാത്രമേ പരണ്ടക്ക കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മുള്ളൻ പന്നി എടുത്തുകൊണ്ട് പോകും. ഇത്രയധികം പേരുകളുള്ള ഒരു ഇത് വളരെ അപൂർവമാണ് എങ്കിലും ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ് എങ്കിലും ഇത്രയധികം പേരുകളുള്ള ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് സ്വപ്നം കാട്ടിക്കണ്ടോ, ഇത് ഇത്ര പേരുകൾ, ഇതിന് ഓരോ ട്രൈബിനിടയിലും പലതര പേരുകളുണ്ട്. അതുപോലെ കേരളത്തിനകത്താണെങ്കിൽ മക്കുംകായ, കക്കുംകായ, കാലൻ വള്ളിക്കായ, പറണ്ടക്കായ, കെമ്മിളുകായ, തീപ്പെട്ടിക്കായ, അതിങ്ങനെ കുലിക്കുമ്പോൾ തീപ്പെട്ടി കുലിക്കണ മാതിരി ഉണ്ടാവും.
അതുപോലെ മലമഞ്ചാടി, കാക്കവള്ളി, കാലൻവള്ളി. ഇതിന് കാലൻവള്ളി എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ വലിപ്പം അത്രയുണ്ട്. ഇതൊരു 6 ഭാഗം 1 അങ്ങനെയൊക്കെ ആക്കിയതാണ്. ഒന്ന് മാറ്റോ കണ്ടോ, ഇതൊക്കെ അതിൻ്റെ എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ നാഗരികതകളിലും ഇത് ഉണ്ട്. ഇത് ശരിക്ക് ആഫ്രിക്കയിലുള്ള ഡർബനിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. ഇപ്പം എൻറ്റാഡ എന്ന് പറയുന്ന ഇത് റീഡി എന്ന് കേട്ടാൽ നമുക്കറിയാം ആരായിരിക്കും അതിന് പേര് കൊടുത്തിട്ടുള്ളത്. വാൻ റീഡ് തന്നെയാണ്. അപ്പം എൻറ്റാഡ എന്നുള്ള പേര് വരാൻ കാരണം ഇതിൻ്റെ പിന്നെ ഒന്ന് മാറ്റോ, ഇത് ആഫ്രിക്കയിലെ ഡർബൻ്റെ തീരങ്ങളിൽ നിന്നും ഇത് കടലിൽ ഇപ്പോൾ സ്പൈസ് റൂട്ടിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, സിൽക്ക് റൂട്ടിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തെ എവിടെ നിന്നും ഒരു സാധനം സഞ്ചാര വഴിയിലൂടെ പലരിലൂടെയും വന്നത് നമുക്കറിയാം. ഈവൻ സ്വതന്ത്രമായി വഴിവെട്ടി വന്ന ആളാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഏതൊക്കെ ഭൂഖണ്ഡങ്ങളുണ്ടോ ഏതൊക്കെ കടൽ തീരങ്ങളുണ്ടോ അവിടെ എല്ലാം ഇയാൾ വന്നിട്ടുണ്ട്. ഇത് ഉറക്കമുണ്ടാക്കികൾ എന്ന് പറയുന്ന കാറ്റഗറി, ഇതൊരു ഒനിറോജിൻ കാറ്റഗറിയിൽ പെട്ടതാണ്. ഇത് മറ്റ് 2-3 ഉറക്കമുണ്ടാക്കികളാണ്. ഇവരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല. ഇതിൻ്റെ പിന്നെ ഇത് മരണാനന്തര ചടങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇതിന് കാലൻവള്ളി എന്ന് പേര് വരാനുള്ള കാരണം മരണവുമായി ബന്ധപ്പെട്ടിട്ടല്ല എന്നതാണ് കൗതുകം. ഇതിന് കാലൻവള്ളി എന്ന് പേര് വരാൻ കാരണം ഇതൊരു അധിനിവേശ സസ്യമാണ്. ഇതേതൊരു കാലാവസ്ഥ, ഏതൊരു കാട്ടിൽ, ഏതൊരു മരത്തിൻ്റെ മുകളിൽ കയറി പറ്റിയാലും പിന്നെ ആ മരം മരിച്ചു പോകും. വള്ളിയാണെങ്കിൽ പോലും അവിടെ നിൽക്കുന്ന മരത്തിൻ്റെ അത്ര വലുപ്പം അതിൻ്റെ വള്ളി നോക്കൂ. പ്രധാന തണ്ടിന് ഇത് ചെറിയ വള്ളിയാണ്. ഇത് ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാം. യൂണിവേഴ്സിറ്റീൻ്റെ അവിടെയോ സംസ്കൃത കോളേജിൻ്റെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റ് മരങ്ങളെ ചുറ്റിപ്പിടിച്ചിട്ട് പിണഞ്ഞ് ആ മരത്തിനെ കൊന്നുകളയും. അതുകൊണ്ടാണ് ഇതിന് കാലൻവള്ളി എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ഡർബനിലുള്ള ഗോത്രവർഗ്ഗക്കാരാണ് ഇതിനെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിലെ പരിപ്പ് പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ പൊടിയാക്കിയിട്ട് പൗഡറാക്കിയിട്ട് മൂക്കുപൊടി പോലെ വലിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരാൾ മരിച്ചതിന് ശേഷം ഈ സാധനം വലിച്ചു കഴിഞ്ഞാൽ, ഈ പൊടി വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ലുസിഡ് ഡ്രീംസുകൾ കാണാൻ കഴിയും. കാരണം ഇത് ഒനിറോജിൻ കാറ്റഗറി മെഡിസിൻ ആയതുകൊണ്ട് ഇത് സ്വപ്നത്തെയാണ് ഉണ്ടാക്കുക. അപ്പോൾ സ്വപ്നം കാണാൻ താല്പര്യമുള്ള ആളുകൾ ഇത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് വലിച്ചാൽ മതി. ശരിക്കും സ്വപ്നം കാണും. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, ലുസിഡ് ഡ്രീമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലുസിഡ് ഡ്രീമിൻ്റെ വ്യത്യാസം അറിയോ? ഇവിടെ പലരും പല ജാതി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചറിയണറിയോ? ഇല്ല, അറിയില്ല. പലതരം മരുന്നുകൾ, പലതരം സാധനങ്ങൾ ഉപയോഗിച്ച് ജീവമേടത്തിനറിയോ? ഇല്ല. ലൂസിഡ് ഡ്രീമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പാതി മയക്കത്തിലുള്ള ഒരു തരം ഡ്രീമാണ്. അപ്പം ഞാനിപ്പം ഇത് കഴിച്ചിട്ടിപ്പം നിങ്ങളോട് ഇവിടെ വന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റും ആ ഡ്രീം. പക്ഷെ ഞാൻ ഐശ്വര്യ റായ് ഇവിടെ നിൽക്കുന്നതെന്ന് സ്വപ്നം കണ്ട എൻ്റെ കൂടെ ഐശ്വര്യ റായ് ഉണ്ടാവും. എനിക്ക് ഐശ്വര്യ റായിട്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ എൻ്റെ പരിപാടി കാണാൻ വേണ്ടി ഐശ്വര്യ റായ് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കത് കാണാൻ പറ്റും. ഇത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇത് അടിച്ചു കയറ്റിയിട്ട് അയാളെ തന്നെ പറ്റി വിചാരിക്കുക, അയാളെ പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ വന്നു കഴിയും അവിടെ. അപ്പോൾ അയാൾ വന്നതായിട്ട് ഒരാൾക്കല്ല, ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാക്കും. ഇതിനകത്തുള്ള സാധനം കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ സാപ്പോനിനാണ്. പക്ഷേ നമ്മുടെ ട്രൈബ് ഇതിനെ ഉപയോഗിക്കുന്നത് ഫുഡായിട്ട് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഫുഡായിട്ട് ഉപയോഗിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഫുഡായി മാറ്റുന്നത്? കാരണം എൻഡാഡാറീഡിയുടെ അകത്തുള്ള ട്രൈഗ്ലിസറൈഡ്സും സാപ്പോനിനും ആൽക്കലോയിഡും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്വപ്നമായിരിക്കും. അതില്ലാതെ എങ്ങനെയാണ് ഇതിനെ ഭക്ഷണമായി പരിവർത്തനപ്പെടുത്തുന്നത് എന്ന് സുലോചന നിങ്ങളോട് സംസാരിക്കും. ഇതിനെ പൊട്ടിക്കും, ചുട്ടിട്ടാണ്. ഇത് അല്ലാതെ പൊട്ടിച്ചാൽ ഇത് പൊട്ടില്ല. നല്ല ശക്തമായിട്ട് ഇടിച്ചാൽ മാത്രമേ ഇത് പൊട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനെ ചുട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത്. ചുട്ടിട്ട് ചുറ്റിയെ കൊണ്ട് തന്നെ അടിക്കണം, അല്ലെങ്കിൽ നല്ല കനമുള്ള പാറക്കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിക്കണം. അപ്പോൾ എന്നിട്ട് ഇത് ഊറ്റ കളയണം. 7 ഊറ്റ വരെ കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പായസം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 7 ഊറ്റ കളഞ്ഞ് 6 ഊറ്റ കളഞ്ഞാൽ നമുക്ക് കഴിക്കാം, പുഴുങ്ങി കഴിക്കാം. വേറെ ഒന്നും ചേർക്കണ്ട, പുഴുങ്ങി കഴിക്കാം. ശകല ഉപ്പും കൂടെ ചേർത്താൽ മതി. നമുക്ക് താൽക്കാലിക വിശപ്പിന് ഭയങ്കര എന്താണ് ഗുണമുള്ളൊരു ഔഷധമാണ്.
പിന്നെ ശ്വാസം മുട്ടലിന് ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒറ്റമൂലാണ്. എത്ര കഫം നമ്മുടെ ഉള്ളിൽ കിടന്നാലും നമുക്ക് വലിയ പൈസ ആവില്ല. ശ്വാസം മുട്ടലിന് ഞങ്ങൾ ഒരു പരണ്ടയ്ക്ക മതി ഒരാളുടെ ശരീരത്തുള്ള കഫം കംപ്ലീറ്റും വലിഞ്ഞു പോകാൻ. അപ്പോൾ ശ്വാസം മുട്ടലിന് ഒറ്റമൂലിയായിട്ട് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, കാലകാലങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അല്ലാതെ പുഴുക്ക്, കട്ട്ലറ്റ്, ഉപ്പുമാവ്, പായസം, അങ്ങനെ പല പല രീതിയിലുള്ള പലഹാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും. പെട്ടെന്ന് പുഴുക്കുണ്ടാക്കിയാണ് കഴിക്കുന്നത്. പിന്നെ കാട്ടുകിഴങ്ങുകൾക്ക് തേങ്ങയ്ക്കും പകരം കാട്ടുകിഴങ്ങുകൾ സൂപ്പുണ്ടാക്കുമ്പോൾ തേങ്ങയ്ക്കും പകരം അരച്ച് ചേർത്തിട്ട് സൂപ്പുണ്ടാക്കി കഴിക്കും. എല്ലാ കാട്ടുകിഴങ്ങുകളും നമുക്ക് കാട്ടുകിഴങ്ങ് കുഴമ്പ് പരുവത്തിലായാലും സൂപ്പ് പരുവത്തിലായാലും ഇത് തേങ്ങയ്ക്കും പകരം ഞങ്ങളിത് ഉപയോഗിക്കും. പിന്നെ മരണാനന്തര ചടങ്ങുകൾക്ക് നമ്മൾ 16 പുലകുളി, അപ്പോൾ അതിൽ തളിക്കുമ്പോൾ നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ ഈ ഇത് മാറിക്കിട്ടും. അങ്ങനെ 16-ൻ്റെ അന്ന് ഇത് തളിക്കും. ഇത് തളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഞങ്ങളുടെ പുല മാറത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. ഇത് പരണ്ടക്കായിലുണ്ടാക്കിയ മാലയാണ്. ആഭരണങ്ങൾ, കമ്മൽ, അങ്ങനെ എല്ലാം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എത്ര കാലം വേണ്ടെങ്കിലും വെള്ളത്തിൽ കുതിരാതിരുന്നാൽ എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് നമുക്ക് വയ്ക്കാൻ പറ്റുന്നൊരു കായാണിത്. ഇതിനകത്ത് വെളുത്ത നിറത്തിലുള്ള ഇത് റൗണ്ട് ചെയ്ത് പരിപ്പുണ്ട്. ഇതിനകത്ത് വെളുത്തിട്ടുള്ള പരിപ്പാണ്. അതിനെയാണ് നമ്മൾ പിന്നെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ എൻ്റെയുടെ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടാണ് ആളുകൾ കരുതുന്നത്. ഇതൊരു ഇപ്പം ഡിവൈനായിട്ട്, കാട്ടിൽ പലതരം ഡിവൈൻ സംഗതികളിൽ ഒന്നാണിത്. ഇത് പ്രേതങ്ങളെയും ഭൂതങ്ങളെയും ഒക്കെ അകറ്റും. കാരണം ഇതിനകത്ത് നമ്മളുടെ പൂർവികാത്മാക്കളുണ്ട്. ഇപ്പം കൂണിനെ പറ്റി വിചാരിക്കുന്നത് ഇറ്റ് ഈസ് എ ഫ്ലഷ് ഓഫ് ദ സോയിൽ എന്നാണ്, ആൻഡ് ഫ്ലഷ് ഓഫ് ദ സോൾ എന്നും പറയും. പിന്നെ ആത്മാവിൻ്റെ മാംസമാണ്. ആത്മാവിന് മാംസമില്ല നമുക്കറിയാം. അതുപോലെ മണ്ണിൻ്റെ മാംസമായിട്ടാണ് ഈ കൂണുകളെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഡിവൈൻ പദവിയുള്ള ഒന്നാണ് ഈ സംഗതി. ഇത് നമുക്ക് ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ പോയി ആരെങ്കിലും തന്നാൽ അത് ഭയങ്കര നല്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞങ്ങൾ ഇപ്പോൾ റാവുള ട്രൈബൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉതിരസിമുത്തുകൾ കൊടുക്കും. എടുത്തോളൂ. ഉതിരസിമുത്തുകൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. സോറി അപ്പോൾ അങ്ങനെ ഇത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് തരികയാണ് എങ്കിൽ ഇതിനെ വളരെ ഓസ്പീഷ്യസ് ആയിട്ട് തന്നെ നിങ്ങൾ, ഞാനൊരു സച്ചിൻ ടെണ്ടുൽക്കർ അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം പ്ലീസ്. അപ്പം അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ഭയങ്കര സിൽക്ക് പോലത്തെ മുടിയാണ് അവിടുത്തെ ഗോത്രവർഗ സ്ത്രീകൾ. അതിന് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തോട് പൊട്ടിച്ച് ഇതുകൊണ്ട് അവരൊരു പ്രത്യേക തരം ഷാമ്പു ഉണ്ടാക്കി. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും എന്നും ഓരോ ദിവസവും ഓരോ ഡിഫറെൻ്റായ പേപ്പറുകളൊക്കെ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് സാപ്പോനിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റ് ഇതിനകത്ത് പ്രധാനമായിട്ടുണ്ട്. സാപ്പോനിൻ എന്ന് പറഞ്ഞാൽ സോപ്പ് പോലെയുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണാനന്തരം ആളുകളുടെ ശരീരത്തെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ ഈ വള്ളിയുടെ മുകളിൽ പല്ല് പോലെയാണ്, ഡെൻ്റൽ പോലെയുള്ള ഒരു സാധനം കാണാം. അതുകൊണ്ടാണ് ഇതിന് എൻറ്റാഡ എന്നുള്ള പേര് വന്നത്, പല്ല് പോലെ ഉള്ളതുകൊണ്ട്. പിന്നെ മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ട് പല തരത്തിലുള്ള കഥകളാണ്. ഇപ്പം കാണികളുടെ ഇടയിൽ ഇത് ഉണ്ടായതിനെക്കുറിച്ചുള്ള കഥ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ശിവൻ്റെ അഗസ്ത്യാർകൂടമാണ് കാണി ട്രൈബിന്. നിങ്ങൾക്ക് കാണി ട്രൈബിനെ അറിയാമെന്ന് വിചാരിച്ചാണ് ഞാൻ ട്രൈബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഒരു മാതൃദായക ഗോത്രമായ കാണി ട്രൈബ് അഗസ്ത്യാർകൂടത്തിലാണ്. ഇവിടെ ഇത് മുഴുവൻ അവരുടെ സ്ഥലമാണ്. അപ്പോൾ അതായത് ഒരു ഏദൻ തോട്ടം പോലെ മനോഹരമായ ഈ സ്ഥലം അവർക്ക് അവരുടെ ദൈവം നൽകിയതാണ്. അപ്പം ശിവനെ പോലെയുള്ളൊരു ദൈവമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ആ ദൈവം ഇത്രയും പറുദീസ നൽകിയിട്ടും ഒരു ദിവസം ദൈവം വന്ന് നോക്കുമ്പം ഭയങ്കര വിശപ്പോടെ എന്തൊക്കെയോ ഇവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന് ദേഷ്യം വന്നു. ഞാൻ ഇത്രയും വലിയൊരു സ്ഥലം, ഇത്രയും നല്ല സമൃദ്ധി, ഇത്രയും നല്ല ഫ്രൂട്ട്സ്, ഇത്രയും നല്ല മൃഗങ്ങളെയൊക്കെ തന്നു കഴിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശക്കുന്നത്? നിങ്ങളുടെ ഈ വിശപ്പ് പണ്ടാരം അടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വയറ് വിളച്ച്, എന്നാൽ ഈ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കുടലും പണ്ടവും കൂടെ തിന്നോന്ന് പറഞ്ഞിട്ട് ദൈവം അത് വലിച്ച് പറിച്ച് എറിഞ്ഞു പോലും. എറിഞ്ഞപ്പോൾ അത് വള്ളികളിൽ ചെന്ന് പറ്റുകയും, ഇതിന് കുടൽമാലേൻ്റെ ഒരു ഷേപ്പില്ലേ, അങ്ങോട്ടൊന്ന് മാറ്റോ, കുടൽമാലേൻ്റെ ഫസ്റ്റിലേക്ക് അത് കണ്ടോ
കുടൽമാലേൻ്റെ ഒരു ആകൃതി ഉണ്ട്. ഇത് ശരിക്കും തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഇങ്ങനെ കുടൽ കിടക്കുന്ന മാതിരി ഉണ്ടാവും, പച്ചയൊക്കെ കിടക്കണുണ്ട്. അപ്പോൾ ഇതാണ് കാണികളുടെ കഥ. ഊരാളികളുടെ കഥ അതിനേക്കാളും രസമാണ്. പിന്നെ ഈ രാമായണവും മഹാഭാരതവും ഒക്കെ ബ്രാഹ്മണികമായിട്ടുള്ള സംഗതികളായി നിലനിൽക്കുമ്പോൾ എല്ലാ ഗോത്രവർഗ്ഗക്കാർക്കും അവരവരുടേതായ ഇതിഹാസങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഊരാളി ഗോത്രത്തിൻ്റെ ഇതിഹാസത്തിലെ നായകൻ എന്താ ഇങ്ങോരാണ്. ഇങ്ങോര് പേര് പുരമ്പൻ പൊന്നു മകൻ ഭീമൻ എന്നാണ്. അത് ഏകദേശം മഹാഭാരതത്തിലെ ഭീമന് തത്തുല്യമായ കഥാപാത്രമാണ്. അമ്മയുടെ പേര് കുന്തി ദേവി തായാരി എന്നും വല്യമ്മയുടെ പേര് കാന്താരി തായാരി എന്നുമാണ്. അപ്പോൾ കാന്താരിക്ക് 100 കുട്ടികളുണ്ടാവുകയും തനിക്ക് കുട്ടികളില്ലാതാവുകയും ചെയ്തുകൊണ്ട് കാന്താരിയുടെ കുട്ടികളുടെ വായയിൽ കുന്തി വൈക്കോലും പുല്ലും നിറച്ചു വെച്ചു. അപ്പോൾ അതിൽ ക്ഷുഭിതയായ കുന്തിയെ കുന്തിയെ ഇറക്കി വിട്ട കാന്താരിക്ക് പിന്നീട് എന്തൊരു പായസം കഴിച്ച് 5 കുട്ടികളുണ്ടായി. അതിലുണ്ടായ മകനാണ് ഇവൻ, പുരമ്പൻ പൊന്നുമകൻ ഭീമൻ. ഇവൻ ഭയങ്കര ശക്തനാണ്, ഇവനെ ഒന്നും ചെയ്യാൻ വയ്യ. ഇവനെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇവൻ്റെ ഒരു തുള്ളി രക്തം തറയിൽ വീണ് കഴിഞ്ഞാൽ ആ രക്തത്തിൽ നിന്നും 1000 പുരമ്പന്മാരുണ്ടാവും. ഇവനെ ചാരമാക്കി കടലിൽ ഒഴുക്കാന്ന് വെച്ചാൽ ആ ചാരത്തിൽ നിന്നും 12000 ഭീമന്മാരുണ്ട്. അപ്പോൾ ഒരുത്തനെ കൊണ്ട് തന്നെ ശല്യം സഹിക്കാൻ വയ്യ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ ഈ പാണ്ഡുവും ത്രിതർ എന്ന് പറയുന്ന ആളാണ് ഈ കാന്താരിയുടെ ഭർത്താവ്. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ പാണ്ഡു മരിച്ചപ്പോൾ ഒരു വീടുണ്ടാക്കി കൊടുത്തു. മെഴുക് കൊണ്ടുള്ള മെയ്ക്കില്ലമായിരുന്നു ഉണ്ടാക്കി കൊടുത്തത്. അവിടെ അരക്കുകൊണ്ട് അരക്കില്ലമാണെങ്കിൽ ഇവിടെ ഞങ്ങൾ മെഴുക് കൊണ്ട് മെയ്ക്കില്ലമാണ്. അപ്പം ഇവന് ഒരു സംശയം തോന്നി, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങൊരു വീടിൻ്റെ അകത്തു നിന്നും ഒരു തുരങ്കം പുറത്തേക്ക് ഉണ്ടാക്കി വെച്ചു. അപ്പോഴാണ് ഇവനെ കൊല്ലാൻ വേണ്ടി ഈ 100 കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. വിഷം ചേർത്ത് കൊടുത്തത് അറിയാതെ ഇങ്ങോരത് ഭക്ഷിച്ചപ്പം വിഷമേറ്റിട്ട് ഇയാൾ തളർന്നു വീണ് കഴിഞ്ഞപ്പം നീല നിറമാവുകയും ശരീരമാകെ വലുതാവുകയും ചെയ്തു. അപ്പോൾ വലിയ ഒരു പെട്ടിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ എടുത്തിട്ടിട്ട് ഒരു നദിയിലേക്ക് ഒഴുക്കി, ആണിയൊക്കെ വെച്ച് അടച്ച്. കാരണം ഇനി അവൻ്റെ ശല്യം ഉണ്ടാവരുത്. അങ്ങനെ ഈ പെട്ടി ഇങ്ങനെ പോകുമ്പോഴാണ് 7 നാഗകന്യമാർ അപ്പോൾ ഈ എന്താ കാന്തത്തിൻ്റെ ഒരേ ധ്രുവം ആകർഷിക്കും വികർഷിക്കും എന്നൊക്കെ പറഞ്ഞ മാതിരി ഈ കന്യകമാർ അങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ വിഷം തന്നെയാണല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പെട്ടി അങ്ങോട്ട് നീങ്ങിപ്പോവുക. അങ്ങനെ അവർ ഭയങ്കര നാഗമന്ത്രങ്ങളൊക്കെ ചൊല്ലി പെട്ടി എടുത്ത് നോക്കുമ്പോൾ ഒരു ചത്ത് ചീർത്തിട്ടുള്ള ഒരു ആന പോലെ ഒരു മനുഷ്യൻ. എന്തായാലും ഇവർ വിഷമിറക്കാൻ തീരുമാനിച്ചു. ഇവർ പതിയെ മന്ത്രം ചൊല്ലി വിഷമിറക്കിക്കൊണ്ടിരുന്നപ്പം ഇവർക്ക് മനസ്സിലായി അതിസുന്ദരനും കോമളനുമായ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് തോന്നും, മാത്രമല്ല പ്രേമമായി. അപ്പോൾ ഇവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ വിട്ടയക്കേണ്ട, എല്ലാ വിഷവും ഇവൻ്റെ കാലിൻ്റെ മുകളിൽ നമുക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ മുകളിലേക്ക് അവർ വിഷം സൂക്ഷിച്ചു വെച്ചു. ആ സമയത്ത് പുരമ്പൻ മരിച്ചതോടുകൂടി പുരമ്പൻ്റെ മെയ്ക്കില്ലത്തിന് അവർ തീയിട്ടു. അപ്പോൾ അമ്മയുടെ മുടി കരിയുന്ന മണം പുരമ്പന് കിട്ടി. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ നിങ്ങൾ വിടണം പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ വിടൂല. അവന് നടക്കാൻ പറ്റില്ല, കാരണം വിഷം മുഴുവൻ കാലിലിരിക്കുകയാണ്. അപ്പോൾ അവൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ആയപ്പന കണ്ടു. ഈ ആയപ്പനയെ അവൻ പറിച്ചെടുത്ത് തൻ്റെ പെരുവിരലിൽ കുത്തി. അപ്പോൾ കുത്തിയപ്പോൾ ആ വിഷമൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോയി. ആ ആയപ്പന കൊണ്ട് അതേ സ്പീഡിൽ ചങ്ങാതി ഓടിപ്പോയി. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഗുഹയുടെ മുന്നിൽ ഒരു വലിയ ഒരു ജീവിയെ, ഒരു രാക്ഷസീയ രൂപമുള്ള ഒരു ജീവിയെ അവർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ജീവിയുടെ വായുടെ ഉള്ളിൽ കൂടെ കിടക്കണം. പുരമ്പൻ പൊന്നുമകൻ ഭീമൻ ക്രോധത്തോടെ ഈ പനയും പിടിച്ച് അതിൻ്റെ വായിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി എന്നാണ് ഊരാളികൾ പറയുന്നത്. കുറ്റം പറയരുതല്ലോ, പുറത്ത് അതിൻ്റെ രക്തത്തിലൂടെ പുറത്തിറങ്ങിയപ്പോഴേക്കും ഈ പനയിൽ മുഴുവൻ കുടലുകൾ ചുറ്റിപ്പിണഞ്ഞു. അപ്പം അതിങ്ങനെ കുടഞ്ഞ് എറിഞ്ഞു കളഞ്ഞപ്പോൾ പലതരം വള്ളികളിൽ വന്ന് വീഴുകയും ആ വള്ളി ഈ എൻഡാഡ റീഡിയായി മാറുകയും ചെയ്തു എന്നതാണ് ഊരാളിയുടെ കഥ. പലതരത്തിലുള്ള ഇതുപോലെയുള്ള കഥ എല്ലാ തരത്തിലുള്ള ഗോത്ര സമുദായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആനിമൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും അവയവങ്ങളിൽ നിന്നും ഭക്ഷണം ഉണ്ടാകുന്നത് ഭയങ്കര മോശമായ ഭക്ഷണമായിട്ട്, ഇപ്പോൾ അതിന് തമോ ഗുണമുള്ള ഭക്ഷണമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പശുവിൻ്റെ അകിടിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കോവയ്ക്ക പലതരം സമുദായങ്ങൾ കഴിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഗോത്രവർഗ അംഗങ്ങൾക്ക് ഇത് കുടലിൽ നിന്ന് ഉണ്ടായ സാധനമായതുകൊണ്ട് കുടൽ സംബന്ധിയായ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ഉപകാരപ്രദമാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇപ്പം മാധവ് ഗാഡ്ഗിൽ ഇന്നലെ കുശല ചേച്ചി പറയുന്നുണ്ടായിരുന്നു, മാധവ് ഗാഡ്ഗിൽ കൊണ്ടുപോയിട്ട് അവരുടെ ബാംഗ്ലൂർ ഉള്ള ഓഫീസിൽ ഇതിൻ്റെ ഒരു തൈ നട്ട് വെച്ചിട്ട് അതൊരു വലിയ വലിയ വള്ളിയായിട്ട് വളർന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ആദിവാസികൾ ഒരിക്കലും നടില്ല? കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ആവാസ വ്യവസ്ഥയെ ഇരുട്ടായി പോവും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു പന്തലായിരിക്കും. ഇത്ര വലിപ്പമൊക്കെ ഉണ്ടാവും വള്ളിക്ക്, ഇത്ര വലിപ്പമുണ്ട്, നമുക്ക് ഊഞ്ഞാലാടാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടുപോയാൽ നമുക്ക് വെള്ളമൊന്നും തീരെ കിട്ടാത്ത ഒരു സ്ഥലമാണെങ്കിൽ ഇതിൻ്റെ ഈ മുട്ടുഭാഗം ഇങ്ങനെ പൊട്ടിച്ചാൽ അതിൻ്റെ അകത്ത് ഒരു വെള്ളം കിട്ടും. ആ വെള്ളം അവർ ധാരാളമായിട്ട് കുടിക്കാറുണ്ട് ഈ ഇതിൻ്റെ ഇത്. പിന്നെ എല്ലാതരം മരണാനന്തര ലോകത്തേക്കുള്ള പ്രവേശവും ഇപ്പോൾ ആഫ്രിക്കൻ പല സെലൂലു അങ്ങനത്തെ മസായി മാറ ട്രൈബുകൾക്കൊക്കെ അവർ ശവപ്പെട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ആ ശവത്തെ അടക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഇതായിട്ട് ഇത് വെക്കാറുണ്ട്. അപ്പം നമ്മളുടെ ഗോത്രങ്ങളുടെ ഇടയിലും മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, മരണാനന്തരം ഒരു വലിയ ലോകം നമുക്കുണ്ട്. നമ്മൾ ആ ആൻസസ്ട്രൽ ലോകത്തേക്ക് പോവുകയും ഇവിടെയുള്ള ജീവിതത്തിൻ്റെ തുടർച്ച നടത്തുകയും ചെയ്യും. അതുകൊണ്ട് മരിച്ചാൽ ഉടൻ തന്നെ ശവമഞ്ചം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ ഫുഡും അവർ കുക്ക് ചെയ്യും. ഇപ്പം മുള്ളുകുറുബരാണെന്നുണ്ടെങ്കിൽ പച്ച എന്ന് പറയുന്ന അവിലാണ് കുക്ക് ചെയ്യല്ല, അത് ഉണ്ടാക്കിയിട്ട് ഇടിച്ചിട്ട് ഒരു ഈ മെട്രിലീനിയൽ സമുദായമായതുകൊണ്ട് അമ്മയുടെ തറവാട്ടിൽ പോയിട്ട് മണ്ണറിയിക്കുക, അതായത് ഒരാൾ മണ്ണിലേക്കായി എന്നത് ആ വിവരം അറിയിച്ചാൽ ഉടനെ തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ ഹേ 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 പറഞ്ഞിട്ട് ഈ ആചാരമായിട്ട് കരയും. വേറൊരു സ്ത്രീ, രണ്ടാമത്തെ വയസ്സുള്ള സ്ത്രീ അകത്ത് പോയിട്ട് ഒന്നും മിണ്ടാതെ ഇല്ലി കൊണ്ട് ഒരു ഒല്ലി എന്ന് പറയുന്ന ഒരു ചരമാവണ്ണം തുല്ലും. മൂന്നാമത്തെ പൊസിഷനിലുള്ള സ്ത്രീ പോയിട്ട് നെല്ല് എടുത്തിട്ട് ഈ പച്ച കുത്തി അവിലാക്കി മാറ്റും. എന്നിട്ട് ആ പച്ചയാണ് കൊണ്ടുപോകുക. അപ്പം ജേനുകുറുബരാണെങ്കിൽ ബൊളുക്കുളു കരിക്കുളു എന്ന് പറഞ്ഞിട്ട് ഉരുട്ടിയ ഇതുണ്ട്. റാവുളരാണെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കും, ദൊട്ടി എന്ന് പറയുന്നൊരു ദോശ. അത് ഈ സോളിനെ ചീത്ത ആത്മാക്കൾ കൊണ്ടുപോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചുടലക്കാളനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ കാളൻ ഭയങ്കര കൈക്കൂലിക്കാരനാണ്. ഹി വോണ്ട് മണി, അയാൾക്ക് പണം വേണം, ഫുഡ് വേണം, എല്ലാത്തിനും ഷെയർ ചോദിക്കും. അപ്പോൾ അയാൾക്ക് വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ദൊട്ടി കൊടുക്കും. അങ്ങനെ പലതരത്തിലുള്ള സാധനം കൊടുക്കും. പക്ഷേ ആഫ്രിക്കൻ ട്രൈബ്സിന് മുഴുവൻ അവരുടെ പല ട്രൈബുകളുടെയും ഈ മരണാനന്തര ലോകത്തേക്ക് പോകുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഇത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ എന്താ പറയുക, പുഴയിൽ ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം വലിയ മുളയുടെ ബാസ്ക്കറ്റിൽ ഇടയ്ക്ക് വെച്ച് വെള്ളത്തിൻ്റെ അടിയിൽ താഴ്ത്തി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ വെള്ളം ഒഴുകി പോകുമ്പോൾ ഇതിനകത്തുള്ള ആ സാപ്പോനിൻ അല്ലെങ്കിൽ ആൽക്കലോയിഡ് കണ്ടൻറ്റ് ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകും. അതിനെ കക്ക് എന്നാണ് പറയുക, കക്ക് അല്ലെങ്കിൽ കട്ട് എന്നൊക്കെ. ഇപ്പം കപ്പയുടെ ഉള്ളിൽ സയനൈഡിൻ്റെ ഒരു സാധനം, പലതരം കിഴങ്ങുകൾക്കുള്ളിലൊക്കെ അതുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്കിതിൻ്റെ പായസം ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം മരണാനന്തര ഇവരുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷാമനിക്കായിട്ടുള്ള മിസ്റ്റിക് ഡ്രഗുകളെക്കുറിച്ചോ ഒരു കാര്യം പറയാം. ഷാമൻ എന്ന് പറയുന്ന ഒരാളിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ട് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും. അയാൾ ഓരോന്ന് വിളിച്ചു പറയും, ഇങ്ങനെ വേറെ ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവും.
അത് പിന്നെ അത് യഥാർത്ഥത്തിലുള്ളതാണ് എന്നാണ് ഗോത്രവർഗ്ഗക്കാർ പറയുന്നത്. പക്ഷേ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും എനിക്ക് തോന്നുന്നു 5-6 കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞു. ഡെലിറിയൻ്റ്, ഡിപ്രസൻ്റ്, ഡിസോസിയേറ്റീവ്, സൈക്കിഡിലിക്, ഒനിറോജിൻ, ഇങ്ങനെ പലതരത്തിലുള്ള മെഡിസിനുകൾ ഈ റിച്വൽ തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നെയോ 2 ആഴ്ച മുന്നെയോ ഉപയോഗിക്കുകയും അത് ശരീരത്തിനെ ഭയങ്കരമായി ബാധിക്കുകയും പിന്നെ തണുത്ത പ്രദേശങ്ങളിൽ ഇറച്ചിയും അതുപോലെ മദ്യവും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഷാമൻ പൊടുന്നനെ ഒരു ദിവസം ഇത് നിർത്തുകയും ചെയ്യണം. അപ്പോൾ ഭയങ്കരമായിട്ട് ബ്രെയിനിൽ പിന്നെ ഭയങ്കര തണുപ്പുള്ള ഒരു -4 ഡിഗ്രിയൊക്കെയുള്ള പുഴയിൽ രാവിലെ 3 മണിക്ക് മുങ്ങി കുളിക്കുമ്പം തലയൊക്കെ എന്തോ പോലെയാവും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇയാളുടെ ഈ ബ്രെയിനിൽ സംഭവിക്കുന്ന ചില ഉദ്ദീപനങ്ങൾ നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് ഇതാക്കുന്ന ഹൈപ്പോതലാമസിലുള്ള ചില സംഗതികൾ ഉദ്ദീപിപ്പിക്കപ്പെടുകയും ഈ മനുഷ്യൻ ഒരു ആൾട്ടേർഡ് സെൻസ് ഓഫ് ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാന്നൊക്കെ ഉള്ളത് മറന്നു പോകും. പിന്നെ രാത്രിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. നിഴലിൻ്റെയും തീയിൻ്റെയും നല്ല കളിയുണ്ടാവും. പിന്നെ റാറ്റിലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ കണ്ട് ഇപ്പോൾ ഇതിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് കൊക്കര പോലെയുള്ള കൊക്കര എന്ന് പറഞ്ഞാൽ ഇരുമ്പിലാണ് ചെയ്യുക. ഈ ഇരുമ്പ് കൊണ്ടുള്ളൊരു സാധനം ഒരു ഭയങ്കര വല്ലാത്ത ഒരു ഫ്രീക്വൻസിയിൽ ഇങ്ങനെ ഒരു 24 മണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ നിലവിൽ തലക്ക് വെളിവുള്ളവൻ്റെ മതി ഇതിൻ്റെ നമ്മുടെ ഉള്ള വെളിവും കൂടി പോകും. റാറ്റ്ലിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ അത് കൊക്കരയാകട്ടെ, ഗദ്ദികയിലുള്ള ബിഞ്ച എന്ന് പറയുന്ന ബെട്ടക്കുർബൻ്റെ ബിഞ്ചെ മണിയാവട്ടെ, അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ കോംപ്ലീറ്റ് കിളി പോകും. എനിക്ക് ഏറ്റവും വലിയ പേടി ഈ സാധനമൊക്കെ നടക്കുമ്പോൾ എൻ്റെ കിളി പോവല്ലേ ഭഗവാനെ. ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നുള്ളിക്കൊണ്ടിരിക്കും, ചിപ്സ് തിന്നുകൊണ്ടിരിക്കും. കാരണം എല്ലാവരും ഓരോരുത്തൻ്റെ മേൽ പാമ്പ് കയറുന്നു, ഒരുത്തൻ്റെ മേൽ ആന കയറുന്നു, ഒരുത്തൻ്റെ മേൽ ദൈവം കയറുന്നു, പാമ്പ് കയറിയവൻ എഴയുന്നു, ഞാൻ കൊത്തുമെന്ന് പറയുന്നു, ആന പനമ്പട്ട വലിക്കുന്നു, പനമ്പട്ട വലിച്ച് എൻ്റെ മുടി വലിക്കുക. ഞാൻ പറഞ്ഞു ഇത് പനമ്പട്ടയല്ല എൻ്റെ മുടിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വിചിത്ര ലോകത്തിൽ നമ്മൾ എത്തിപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കാട്ടിൽ കയറിയാൽ ഒരു പൂവ് പോലും മണക്കാൻ പാടില്ല എന്നാണ് ഗോത്രവർഗ്ഗക്കാർ നമ്മളോട്. കാരണം ഏത് പൂവ് മണത്താൽ ഏത് ലെവലിലാണ് പോവുകയെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിചിത്രമായ ഷാമനികമായ അത്ഭുത പ്രപഞ്ചം, അതായത് ജീവിച്ചിരിക്കുന്നവർ, കാടും മൃഗങ്ങളും, മരിച്ചു പോയ പൂർവികാത്മാക്കൾ, ദൈവങ്ങൾ, ഇങ്ങനെ 4 ആൾക്കാരടങ്ങുന്ന ഒരു ഭയങ്കര ഗംഭീരമായ ആവാസ വ്യവസ്ഥയിലാണ് കേരളത്തിലെ എല്ലാ ഗോത്രവർഗ്ഗക്കാരും ജീവിക്കുന്നത്. ഭയങ്കര രസകരമായ കഥകളും പുരാവൃത്തങ്ങളും പാട്ടുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനിടയിൽ എല്ലാവരും പായസം കുടിക്കണം. കാരണം ഇതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് ആരും സ്വപ്നം കാണാമെന്ന് വിചാരിച്ച് കുടിക്കേണ്ട. ആ സ്വപ്നത്തിന് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പായസം കുടിച്ചുകൊണ്ട് ആൾക്കാർക്ക് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഇതായിട്ടുള്ള ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള മഷ്റൂംസ് ഉണ്ട് കാടുകളിൽ. അത് ഇവരുടെ ഗോത്രവർഗ്ഗക്കാർക്ക് അതിൻ്റെ ഇതുണ്ടോ, നോളജ് ഉണ്ടോന്നോ? ഞങ്ങൾ പിന്നെ ഇത് ഊരാളി എന്ന് പറഞ്ഞ് ഇടുക്കിയിലുള്ള ട്രൈബിൽ ഒരിക്കൽ ഞാൻ ഒരു ഫീൽഡ് വർക്കിന് പോയ സമയത്ത് എനിക്ക് ക്ലിനിക്കലി ഡിപ്രഷൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി. പക്ഷെ എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല, അത്രയും ഉള്ളിലാണ്. വണ്ടി എടുക്കണമെങ്കിൽ തന്നെ മീനുളിയാൻ പാറയൊക്കെ കടന്ന് കയറി ഞാൻ പോയി. അങ്ങോട്ട് ഞാൻ പോയത് തന്നെ ഷാമനിക് ഹീലിംഗ് പ്രാക്ടീസസിനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ അത് ഒരു വലിയൊരു ഇത് നടക്കുക, രഹസ്യ റിച്വൽ, അത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റും ബെങ്കി, സെലമ്പി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇപ്പോൾ ഈ മുളയുടെ ഉള്ളിൽ വെള്ളം നിറച്ച് കനലിട്ടിട്ട് ഇതിങ്ങനെ ഇതാക്കിയിട്ട്, അപ്പോൾ ഈ കഞ്ചാവൊക്കെ എനിക്ക് അങ്ങനത്തെ ഒന്നും ശീലമില്ല, പക്ഷെ കഞ്ചാവൊക്കെ മണം എനിക്ക് നന്നായി അറിയാം. അപ്പോൾ ഞാൻ ഡിപ്രഷനിലായി. അപ്പോൾ ഇയാൾ എനിക്കൊരു മരുന്നുണ്ടാക്കി തന്നു. അത് കൂണ് വെച്ചിട്ടാണ് ഉണ്ടാക്കി തന്നത്. ഈ സൈലോസൈബിൻ എന്ന് പറയുന്ന ടൈപ്പ് കൂണാണ്. എന്നിട്ട് അത് 10 ദിവസം ഒരു പ്രത്യേകതരം മുട്ടയിലൊക്കെ ചെയ്തിട്ടാണ് തന്ന്. ഞാനത് കഴിച്ച് എനിക്ക്
അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർഡായി. ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഈ കൂണിൽ പഠിപ്പിക്കുന്ന ആളുകൾ, സൈക്യാട്രിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും എന്നെ വന്ന് കണ്ടിരുന്നു. കാരണം ഇത് ഉപയോഗിച്ചിട്ട്, ട്രഡീഷണൽ മെഡിസിൻ ഉപയോഗിച്ചിട്ട് മാറ്റം വന്ന അതെങ്ങനെയാണ്, അതിൻ്റെ അനുഭവം എങ്ങനെയാണ്, അത് ഡിപ്രഷനുള്ള ഔദ്യോഗിക മരുന്നായി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈ മഷ്റൂമിൽ ഇപ്പം നമ്മുടെ കൊടൈക്കനാലിൽ ഒരു പ്രത്യേക ബയോഡൈവേഴ്സിറ്റിയാണ്. അവിടെ ഈ മഷ്റൂമിൻ്റെ ഒരു ഭയങ്കര, അത് ഞാൻ പറഞ്ഞില്ല, അത് പ്രത്യേക ബയോഡൈവേഴ്സിറ്റി ആയതുകൊണ്ടല്ല. യൂറോപ്പിൽ നിന്നും പൈൻ മരങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സ്പോറുകൾ കൂണിൻ്റെ സ്പോർ പൊട്ടിത്തെറിച്ചിട്ട് കൂണിനെ ആരും കൊണ്ടുപോകുന്നു വേണ്ട. ഇപ്പം ഇന്നിവിടെ കൂണുണ്ടായാൽ അടുത്ത ദിവസം 5 മീറ്റർ അപ്പുറത്ത് കൂണുണ്ടാവും. അങ്ങനെ ഇതിങ്ങനെ കാലകാലങ്ങളായി സഞ്ചരിക്കും. പക്ഷേ ഈ സ്പോറുകൾ വേരുകളിലുണ്ടായിരുന്നു, പൈൻ മരങ്ങളുടെ വേരുകളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഊട്ടിയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ മരങ്ങളിൽ നിന്നാണ് കൊടൈക്കനാലിലും ഊട്ടിയിലും യൂറോപ്യൻ വെറൈറ്റി ഓഫ് അമാനിറ്റ മെസ്കാരിയ അല്ലെങ്കിൽ ഫ്ലൈ അഗാറിക്കസ് ഉള്ളത്. അതിനേക്കാളും അടിപൊളിയാണ് അമാനിറ്റ പൊൻകുഴി, അമാനിറ്റ വയനാടൻസിസ് എന്ന് പറയുന്ന സാധനം. അത് മലക്കുറുബ ഷാമന്മാർ നല്ല അടിപൊളിയായിട്ട് കഷായം വെച്ച്, അയാഹുവാസ്ക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, മെക്സിക്കോയിലുള്ളതാണ്. അത് ആമസോൺ കാടുകളിലൊക്കെ ഉണ്ട്. അത് നമുക്കില്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മലക്കുറുബൻ്റെ ഷാമനിക് റിച്വലിൽ അവരൊരു മദ്യം ഉണ്ടാക്കുന്നുണ്ട്. അത് നിഴല് ബള്ളി എന്ന് പറയുന്നൊരു സാധനമാണ്. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ അത് അയാഹുവാസ്ക എന്നാണ് കാണിക്കുന്നത്. ഇവിടുത്തെ സഹ്യപർവ്വതത്തിൽ അയാഹുവാസ്ക ഉണ്ടോ എന്ന് ബോട്ടാണിസ്റ്റുകൾക്ക് അറിയില്ല. ഞാനൊരു ബോട്ടാണിസ്റ്റ് അല്ല, എനിക്കും അറിയില്ല. പക്ഷേ അയ എന്ന് പറഞ്ഞാൽ ക്വൻഷൻ ഭാഷയിൽ സോൾ എന്നാണ് അർത്ഥം. ഹുവാസ്ക പറഞ്ഞാൽ വെയിൻ ഓഫ് ഡെഡ്, വള്ളി, മരിച്ചവരുടെ വള്ളി എന്നാണ് അർത്ഥം. അപ്പോൾ നിഴല് വള്ളി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. കൊടൈക്കനാല് ഈ ഇത് പറയാ ലാഫിംഗ് മഷ്റൂം എന്ന് പറഞ്ഞത് മാജിക് മഷ്റൂം, അത് തന്നെ, ഇത് തന്നെ പ്രത്യേകമായ ഒരു ഫ്ലൈ അഗാറിക്കസ് ആണ്. ഫ്ലൈ അഗാറിക്കസ് ആണ്, നാർക്കോട്ടിക്കിലാണ് പെടുത്തിയിരിക്കുന്നത്. അല്ല, കോടതി വളരെ കൃത്യമായിട്ട് കോടതിയുടെ വിധിയുണ്ട്, ഇത് നാർക്കോട്ടിക്സ് അല്ല, നിലാക്കൊള്ളി എന്നാണ് ഇവർ പറയുന്നത്. അമ്മേ എനിക്കും തരണേ ഒരെണ്ണം. എല്ലാവരും പായസം കുടിക്കണേ, കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും എക്സോട്ടിക് ആൻഡ് മാജിക്കൽ ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പായസം കുടിക്കാൻ കഴിയില്ല. പുറത്ത് നിൽക്കുന്നവരൊക്കെ വന്ന് പായസം കുടിച്ചു പോണേ. പായസം കുടിക്കണ്ട. ബാക്കിൽ നിൽക്കുന്നവരും പായസം കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുടിക്കുന്നില്ലേ? പായസം കുടിക്കുന്നില്ലേ? വേഗം പോയി കുടിച്ചോ. ഇത് ഭയങ്കര ആൻറ്റിവൈറലാണ്. വയറിന് അസുഖമുണ്ടായി കഴിഞ്ഞാൽ അതിന് ഭയങ്കര നന്നായി ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇൻഫെർട്ടിലിറ്റിക്ക് മെഡിസിനായിട്ട് ഇതിനെ എങ്ങനെയോ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ട്. അതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. യു ക്യാൻ ചെക്ക്, ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ബാംഗ്ലൂരിൽ മാധവ് ഗാഡ്ഗിലിൻ്റെ അവിടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ മൊത്തത്തിലുള്ള ഈ നാശം ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപൂർവമായിട്ടുള്ള സസ്യജാലങ്ങളും ഒക്കെ നഷ്ടപ്പെടും. അത് മനുഷ്യ രാശിക്ക് തന്നെ വലിയ നഷ്ടമായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഉള്ളത് ആമസോൺ കാടുകളിലൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം അവിടെ വെച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ അതിന് ശേഷം എൻ്റെ കൂടെ അന്ന് വന്ന ഒരു സുഹൃത്തിൻ്റെ എറണാകുളത്തുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിംഹാൻസിൽ ഗവേഷണം ചെയ്യുന്നുണ്ടായിരുന്നു, സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതിനെപ്പറ്റിയൊക്കെ അവർ ശരിക്കും എന്താ പറയുക ടാക്സോണമി അതൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞ ഈ സൈക്യാട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സാണ് അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാനഡയ്ക്കൊക്കെ പോകുന്നുണ്ടായി. അപ്പോൾ പുള്ളിക്കാരൻ പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെയുള്ള ഈ ടാക്സോണമി, ബോട്ടണി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളെ പറ്റി അവർക്ക് വീണ്ടും ഗവേഷണം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവിടെ ഫെലോഷിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫെലോഷിപ്പിൻ്റെ കാലാവധി കഴിയാതെ അവർക്കിവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെയും കൂടെ എന്നോടൊന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്. പിന്നെ വന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക്. ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ അതിൻ്റെ അവൈലബിലിറ്റി, അപ്പോൾ അവൈലബിൾ ആകുക വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആളുകൾ മുഴുവൻ ഇതിനു വേണ്ടി തേടി, അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ടൊരു ഡോക്യുമെൻ്റ് വാല്യൂ ചെയ്ത് വെക്കാനുള്ള എന്തൊക്കെ നടപടികളാണ് നിങ്ങൾ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എത്നിക് ഫുഡ് ആൻഡ് മിസ്റ്റിക് ഫുഡിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കൂണ് എവിടെയുള്ളതെന്ന് എനിക്ക് നന്നായി അറിയാം.
ഞാൻ കൂൺ എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ ആൾക്കാർ റെഡിയായിട്ട് നിന്ന് കൂണിൻ്റെ വേരും അണ്ടപടലും വരെ വരച്ചോണ്ട് പോകും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബൊട്ടാണിസ്റ്റുകൾക്ക് 3 കഞ്ചാവിൻ്റെ വെറൈറ്റി അറിയുള്ളൂ, എനിക്ക് 5 കഞ്ചാവിൻ്റെ വെറൈറ്റി അറിയാം. അപ്പോൾ ഇത് പബ്ലിക് ഡൊമൈനിൽ ഇത് എങ്ങനെയാണ് പബ്ലിക് ഡൊമൈനിൽ വരുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൂണ് ഇപ്പം പറഞ്ഞു എന്താണ് കോടതി ഇതല്ല എന്ന് പറഞ്ഞെങ്കിലും കൂണിൻ്റെ സാധനമൊക്കെ കൊണ്ടുവന്ന് കൂണിൻ്റെ ഒരു പൊറിഡ്ജ് ഉണ്ട്, ഒരു കഞ്ഞി തിക്കായിട്ടുള്ളൊരു കഞ്ഞിയുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ കൂണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കോഴിമുട്ടേൻ്റെ ബുൾസൈ ഉണ്ട്. അത് ആദിവാസികൾ വിറ്റിട്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നെ കേസ് കോടതിയിലെത്തിയപ്പം കോടതി വിട്ടു. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ സാധനങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാനും എവിടെയാണ് ഇത് നിലനിൽക്കുന്നതെന്ന് പറയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞ ഉടനെ ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കഞ്ഞിയൊക്കെ വെക്കുമെന്നാണ് പറയുന്നത്, കൂണൊക്കെ വെട്ടി. ഈ ഷമാൻ്റെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ ഉണ്ടല്ലോ, അത് ബാക്കിയുള്ള ഗോത്ര ആൾക്കാരെക്കാട്ടും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഷാമൻ എന്ന് പറയുന്നത് ബാക്കി എല്ലാ ടൈമിലും നല്ല കോഴിയല്ല, നല്ല കാട്ടിറച്ചി, നല്ല കൂണും, നല്ല ഒന്നാന്തരം ഇലക്കറികളൊക്കെ കഴിച്ചിട്ട് അവിടെ ഒരു മലക്കുർബ ഷാമനുണ്ട്, പോയി ഒന്ന് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെയുള്ള ഒരാളാണ്. വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗേൾ ഫ്രണ്ട്സ് തന്നെ വനകന്യമാരൊക്കെയാണ്. അപ്പോൾ അവർ ഭയങ്കര പവർഫുള്ളായ ആൾക്കാർ, ഡെത്തൊക്കെ ഭയങ്കര പ്രായമുള്ള ആൾക്കാർ അവരെല്ലാം.